എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഐ.ടി.ഐക്ക് പഠിക്കാൻ വന്നത്. ഐ.ടി.ഐ തന്നെ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഏതൊരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഫ്രീഡം. അതെനിക്ക് ഐ.ടി.ഐയിൽ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷിയെ പോലെ പറക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഐ.ടി. അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഒരു ലൈഫ് സേവറാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകൂലേ. ആ സമയത്ത് ഐ.ടി. അക്കാദമി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐ.ടി. അക്കാദമി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് സംസാരിക്കാൻ പറ്റി, നല്ല ഫ്രണ്ട്സിനെ കിട്ടി, അടിപൊളി ടീച്ചേഴ്സിനെ കിട്ടി, ഡാൻസ് കളിക്കാൻ പറ്റി, പാട്ട് പാടാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ നിഷാദ് സാറിന്റെ ലൈഫ് സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ എന്നെ തുടങ്ങാൻ സഹായിച്ചത് ഐ.ടി. അക്കാദമിയാണ്. എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഒരുപാട് ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ ഐ.ടി.ഐക്ക് പഠിക്കാൻ വന്നത്. ഐ.ടി.ഐ തന്നെ ചൂസ് ചെയ്യാൻ ഒരു കാരണമുണ്ട്. ഏതൊരു പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഫ്രീഡം. അതെനിക്ക് ഐ.ടി.ഐയിൽ നല്ലോണം കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷിയെ പോലെ പറക്കാന്നൊക്കെ പറയില്ലേ, അതേപോലെ ഐ.ടി. അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ ഒരു ലൈഫ് സേവറാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാൻ പാടില്ലാത്തൊരു അവസ്ഥ ഉണ്ടാകൂലേ. ആ സമയത്ത് ഐ.ടി. അക്കാദമി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഐ.ടി. അക്കാദമി വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് സംസാരിക്കാൻ പറ്റി, നല്ല ഫ്രണ്ട്സിനെ കിട്ടി, അടിപൊളി ടീച്ചേഴ്സിനെ കിട്ടി, ഡാൻസ് കളിക്കാൻ പറ്റി, പാട്ട് പാടാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ നിഷാദ് സാറിന്റെ ലൈഫ് സക്സസ് ആവാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ എന്നെ തുടങ്ങാൻ സഹായിച്ചത് ഐ.ടി. അക്കാദമിയാണ്.